പ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. കൊട്ടാരക്കര കേരളം ഒട്ടുക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. പ്രാചീന കാലത്ത് കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ തെക്കൻ ചിട്ട രൂപപ്പെടുത്തിയ പ്രമുഖനാണ്. കൊട്ടാരക്കര പിന്നെ അറിയപ്പെടുന്നത് കൊട്ടാരക്കരയുടെ പിതാവ് എന്ന് പറയാവുന്ന ഒരാൾ കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, ആർ ബാലകൃഷ്ണപിള്ള. ബാലകൃഷ്ണപിള്ള തൻ്റെ മകന് ഗണേഷ് കുമാറിന് പേരിട്ടത് തന്നെ ഈ അമ്പലത്തിലെ ദൈവത്തിൻ്റെ പേരിലാണ്, ഗണേശൻ. കൊട്ടാരക്കര ഗണപതി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഞങ്ങൾ കൊട്ടാരക്കര മണ്ഡലത്തിൻ്റെ ഒരു വിശകലനം നടത്തുന്നത്. കൊട്ടാരക്കര മണ്ഡലം ഇന്നിപ്പോൾ കേരളത്തിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു മണ്ഡലമാണ്. എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ആദ്യം തെളിയിച്ച ഒരു മണ്ഡലമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്തവണ മാറ്റത്തോട് മാറ്റമാണ്. ഇവിടെ 15 വർഷം CPM-ന്റെ MLA ആയിരുന്ന, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു മഹിള, അഡ്വക്കേറ്റ് ഐഷ പോറ്റി, ഒരു ഉളുപ്പുമില്ലാതെ അവർ CPM വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറി. ഓരോ കാരണങ്ങളുണ്ടാവും. ആശയപരമായ ഭിന്നതയെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവർ ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുകയാണ്. മറ്റൊരു രസം, കഴിഞ്ഞ വർഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആർ രശ്മി ഒരു എളുപ്പമില്ലാതെ ഇപ്പോൾ എവിടെയാണ്? BJP സ്ഥാനാർത്ഥിയായിരിക്കും. എന്തൊരു തമാശയാണെന്ന് ആലോചിച്ച് നോക്കണം. മാറ്റമില്ലാത്തതായി ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ ആ മാറ്റം ജനങ്ങൾ എത്രമാത്രം അംഗീകരിക്കും എന്നുള്ളതിൻ്റെ ഒരു അസിഡ് ടെസ്റ്റ് കൂടി നടക്കുന്ന ഒരു മണ്ഡലമാണ് ഈ കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ വീണ്ടും മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരാന്ന് എല്ലാവർക്കും അറിയാം. KN ബാലഗോപാലാണ്. തോമസ് ഐസക്കിന് ശേഷം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായ ആൾ, രണ്ടാം പിണറായി സർക്കാരിൽ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായ ആൾ. ധനകാര്യമന്ത്രി മികച്ചതല്ലെങ്കിൽ ഭരണം മികച്ചതാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ധനകാര്യം കൈകാര്യം ചെയ്യുന്നതിലാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തൽ അൾട്ടിമേറ്റായിട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ബാലഗോപാൽ വീണ്ടും മത്സരിക്കുമ്പോൾ ഇവിടെ എന്താണ് ചിത്രം എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്നോടൊപ്പമുള്ള CPN-ൽ ബാലഗോപാലിൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. ബാലഗോപാലിൻ്റെ നാട്ടുകാരനാണ്, അയൽവക്കക്കാരാണ്, ഒരുമിച്ച് പാർട്ടി പ്രവർത്തിച്ചു വന്നവരാണ്. അങ്ങനെയെല്ലാം ഉള്ള ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും താങ്കൾ ബാലഗോപാലിന് അനുകൂലമായിട്ടായിരിക്കും പറയുന്നത് എനിക്കറിയാം, അല്ലേ? അങ്ങനെ ആയിരിക്കില്ലേ? നോക്കാം. എന്താണ് ഈ ബാലഗോപാലിന്റെ സാധ്യത? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ KN ബാലഗോപാലിന് വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൊട്ടാരക്കരയിൽ സജീവമാണ്. അതിനുള്ള 2-3 കാരണങ്ങൾ. ഒന്ന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ഇടതുപക്ഷ സർക്കാരിനെ വല്ലാതെ കേന്ദ്ര സർക്കാർ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഒപ്പിക്കൽ എന്ന രീതിയിലാണെങ്കിൽ പോലും പ്രതിസന്ധികളിൽ വല്ലാതെ അലയാതെ ഒരു പരിധിവരെ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ ചലിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യത്തിൽ ശ്രീ KN ബാലഗോപാൽ നല്ല രീതിയിലുള്ള ഒരു ടീം വർക്കിന്റെ ലീഡറാകാൻ കിഫ്ബി എന്നുള്ള സങ്കല്പം കൊണ്ടുവന്നെങ്കിൽ പോലും പക്ഷെ അത് നടപ്പാക്കാൻ അവസരം കിട്ടുകയും ശരിക്കും പറഞ്ഞാൽ കിഫ്ബിയുടെ ഒരു പ്രഭാവം ഇവിടെ കൊണ്ടുവരികയും അതുവഴി എന്താണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ വരിഞ്ഞുമുറുക്കൽ, ആ ധനകാര്യ വരിഞ്ഞുമുറുക്കൽ നയത്തെ സർപ്പാസ് ചെയ്യുന്ന തരത്തിൽ കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനം, സ്കൂൾ കെട്ടിടങ്ങൾ, ഓഫീസ് കെട്ടിടങ്ങൾ, റോഡുകൾ, അങ്ങനെയെല്ലാം അതിനെല്ലാം ധനം ഉണ്ടാക്കുന്ന കിഫ്ബി എന്ന് പറയുന്ന ഒരു സങ്കല്പം അത് നടപ്പാക്കാൻ അവസരം കിട്ടിയത് അദ്ദേഹത്തിനാണ്. അതെ, വളരെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കേരളത്തിന്റെ കടബാധ്യത വർദ്ധിക്കുന്നു എന്ന് പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മളുടെ റവന്യൂ വരുമാനം അത് പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഏറെക്കുറെ മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന് KN ബാലഗോപാൽ കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കടം വർദ്ധിക്കുന്നുണ്ട്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും കടം വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ വർധനവിന്റെ തോത് വലിയ തരത്തിൽ വർദ്ധിപ്പിക്കാതെ, വർധനവിന്റെ തോത് അത് തീർച്ചയായും അതല്ല. ഇന്ത്യയിലെ നമ്മുടെ മോദി സർക്കാർ തന്നെ ഏറ്റവും വലിയ കടക്കാരാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ കടക്കാരാണ്. പക്ഷെ കടക്കാരുടെ ഇടയിൽ കടം വർദ്ധിക്കുന്ന കാര്യത്തിൽ പരമാവധി നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രീ KN ബാലഗോപാലിന്റെ ടീമിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അഴിമതി രഹിതമായ ഒരു കാര്യം. നോക്കൂ, ധനമന്ത്രിമാർക്കെതിരെ തന്നെ വലിയ അഴിമതി മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ പലതരം ഇത്തരം അഴിമതികൾ ഒന്നും തന്നെ ഈ പറയുന്ന ധനമന്ത്രിയെ പറ്റി ഒന്നും പറയാനില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ,
ശ്രീമതി ഐഷ പോറ്റി ഒരു ജയന്റ് പൊളിറ്റിക്കൽ കില്ലർ എന്ന രീതിയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത്. കാര്യം എന്താ, ശ്രീ ബാലകൃഷ്ണ പിള്ളയെ കൊട്ടാരക്കരയിൽ തോൽപ്പിച്ചു എന്നത് അത്ഭുതകരമായിരുന്നു. ആ ഒരു ജയന്റ് കില്ലർ ഇപ്പോൾ ഒരു ജയന്റ് ഗയാറാംകാരിയായി മാറി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സാധാരണ രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, സാധാരണ ജനങ്ങൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയില്ല. ഐഷ പോറ്റി ഒരു ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നില്ല, ഒരു അഡ്വക്കേറ്റായി. അവരെ ഒരു പൂർണ്ണസമയ രാഷ്ട്രീയക്കാരി ആക്കാൻ CPM തയ്യാറെടുക്കുമ്പോൾ അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവരെ ഇതിലേക്ക് എത്തിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, 3 പ്രാവശ്യം ഈ പറയുന്ന കൊട്ടാരക്കരയുടെ MLA ആയിരുന്നു. അങ്ങനെ ഒരാൾ രാഷ്ട്രീയമായ ആശയപരമായ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിലല്ലാതെ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ പേരിൽ ഈ പാർട്ടി വിട്ടത് എനിക്ക് തോന്നുന്നത് ശ്രീ ബാലഗോപാലിന് കുറച്ചുകൂടി സാധ്യത ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ CPM-ന്റെ സമീപകാലത്തുണ്ടായിരിക്കുന്ന വ്യതിയാനങ്ങൾ, ആ വ്യതിയാനങ്ങളിൽ ആദ്യം സംഭവിച്ചത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിൽ നിന്നാണ് തുടങ്ങി വെക്കുന്നത്. പിന്നീടാണ് നമ്മൾ അങ്ങോട്ട് വടക്കോട്ട് ചെല്ലുമ്പോഴത്തേക്ക് സുധാകരനിലൂടെ അവസാനം കണ്ണൂർ വരെ എത്തി നിൽക്കുന്ന വ്യതിയാനങ്ങൾ. അതുപോലെ ആ വ്യതിയാനങ്ങളുടെ ആദ്യത്തെ ഒരു കണ്ണിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വലിയ വാർത്തയാവുകയും ചെയ്തു. കാരണം സ്വാഭാവികമാണ്. കാരണം 15 വർഷം MLA ആയിരുന്ന ആള്, 15 വർഷം MLA ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ അവര് നേരത്തെ പറഞ്ഞ പോലെ ജയന്റ് കില്ലർ ആയിരുന്നു എന്നുള്ള ഒരു ഇമേജ് കൂടെ അവർക്ക് വരികയും പാർട്ടി അതുകൊണ്ട് തന്നെ തുടർച്ചയായി 2 തവണ വീണ്ടും കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ 3 തവണയായി. എന്നിട്ടും പാർലമെന്ററി വ്യാമോഹം അടങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്താണ്? പാർലമെന്ററി വ്യാമോഹം അടങ്ങുന്നില്ല. അതെ, അതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഒന്ന്, ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ പോലും ഇത്തരം വ്യാമോഹം വെച്ച് പുലർത്തുന്നവരെ അവരെ രാഷ്ട്രീയ പാർട്ടികൾ തള്ളിപ്പറയുകയാണ് വേണ്ടത്. അല്ലാതെ അവരെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് അവരെ വിജയിപ്പിച്ചു കൊണ്ടുവരുന്നത് കേരളത്തിലും ഈ പറയുന്ന കാലുമാറ്റ രാഷ്ട്രീയത്തിന് ഒരു പിന്തുണ കൊടുക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് UDF അവരെ സ്വീകരിച്ചില്ല നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ അങ്ങനെ നിൽക്കുന്നവർ വരാൻ പോകുമ്പോഴത്തേക്ക് വേറെ ഒരു തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. ഇപ്പൊ ഉദാഹരണം കഴിഞ്ഞ വർഷം നിർത്തിയ രശ്മി NDA പോയി. ഞാൻ പറഞ്ഞു രശ്മി പോലുള്ള വീണ്ടും നിർത്തിയിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് സ്ഥാനാർത്ഥിത്വം നമുക്ക് പറയാൻ പറ്റും. സ്ഥാനാർത്ഥിത്വം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നവരെ പതിവ് തന്നെയാണ്. പക്ഷെ ജനങ്ങൾ പ്രത്യേകിച്ച് CPM-ന് വേണ്ടി മത്സരിച്ച് ആവർത്തി ജയിച്ചുകൊണ്ടിരുന്ന ഒരു സഖാവായി അറിയപ്പെട്ട ഒരാൾ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾക്കപ്പുറം വ്യക്തിനിഷ്ഠമായ ചില വിഷയങ്ങളുടെ പേരിൽ ഐഷ പോറ്റി നിൽക്കുന്നതുകൊണ്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ആൾ വോട്ട് ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇതുവരില്ലേ? കാരണം 15 വർഷം തുടർച്ചയായിട്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് ആൾ ഈ മാറിയിടുമോ? അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. ഐഷ പോറ്റിക്കുള്ള വോട്ട് അരിവാൾ ചുറ്റി ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെയല്ലേ സ്ഥിരമായി ഒരാൾക്ക് വോട്ട് ചെയ്ത് വന്നിരുന്ന ആളുകൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ഐഷയായിരിക്കും അരിവാൾ ചുറ്റികയിൽ നിൽക്കുന്നതെന്ന് കരുതി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊട്ടാരക്കരയുടെ പഴയ കാലത്ത് ബാലകൃഷ്ണപിള്ള പണ്ട് പറയാറുണ്ടല്ലോ, സെക്രട്ടേറിയറ്റ് ഒന്നുകൂടെ എനിക്ക് വേണം എന്ന് പറയുന്ന ഒരു തമാശയുണ്ട്. കൊട്ടാരക്കരയ്ക്ക് ഒരു സെക്രട്ടേറിയറ്റ് വേണം എന്നതുപോലെ ഒരു വലിയ ഉള്ളടക്കം ഇൻഫ്രാസ്ട്രക്ചർ കാര്യത്തിൽ കൊട്ടാരക്കര വളരെ മുന്നിലായിരുന്നു. അതിനെ കുറച്ചുകൂടി കാലത്തിനനുസരിച്ച് മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ, റോഡുകൾ പിന്നെ നിലനിർത്തുന്ന കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ ഒരു ആസൂത്രണം ശ്രീ KN ബാലഗോപാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ പുതിയ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം, അതിന് ഫണ്ട് മാറ്റിവെച്ചതൊക്കെ എനിക്ക് തോന്നുന്നു ബാലഗോപാലിന് ഒരു വലിയ പ്രത്യേകത പണ്ടോട്ടേ എന്നറിയാം. നമ്മൾ എവിടെ പോയാലും ഒരു കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന ഒരു വണ്ടി ഉണ്ടാവും. തീർച്ചയായും. ഇപ്പം മൂകാംബികയിൽ പോയാലും കൊട്ടാരക്കരയിൽ നിന്ന് ഉണ്ടാവും, കന്യാകുമാരി പോയാലും ഉണ്ടാവും, സംസ്ഥാനത്തിന്റെ വെളിയിൽ എവിടെ പോയാലും, ബാംഗ്ലൂർ പോയാലും കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന ഒരു വണ്ടി ഉണ്ടാവും. അങ്ങനെ കൊട്ടാരക്കര എന്ന് പറയുന്നത് കേരളത്തിന്റെയും KSRTC സംവിധാനത്തിന്റെ എവിടെ നോക്കിയാലും കൊട്ടാരക്കരയിൽ നിന്ന് ആ പ്രതാപം പോയിട്ടില്ല. അത് കുറച്ചുകൂടെ മെച്ചപ്പെടാനുള്ള തീരുമാനമുണ്ട്. പക്ഷെ വലിയ പ്രധാനപ്പെട്ട കാര്യം, കൊല്ലത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് ലഭിച്ച വലിയ മുൻതൂക്കം ഈ പ്രാവശ്യം കിട്ടാനുള്ള സാധ്യത കുറവാണെങ്കിലും ആ കാറ്റ് കൊട്ടാരക്കരയിലേക്ക് വീശില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.